സർവം സഹയായ ഭൂമി പോലെ സർവം സഹയായ സ്ത്രീയും. ഇതാണ് മനുസ്മൃതിയുടെ കാലം മുതൽ ഇന്ത്യക്കാർ വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ അതേ കാലത്തോ അതിനു മുൻപ് മുതലോ ലോകം മുഴുവനും വിശ്വസിക്കുന്നത് സ്ത്രീ സർവം സഹയാണ്, ഭൂമിയേക്കാൾ ക്ഷമയുള്ളവളാണ്, അവളെ എങ്ങനെ വേണമെങ്കിലും ചൂഷണം ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പീഡിപ്പിക്കാം, എല്ലാം ഒരു പ്രതികരണവുമില്ലാതെ സഹിച്ചുകൊള്ളും, മരണത്തോളം സഹിച്ചുകൊള്ളും എന്നാണ് സ്ത്രീയെ പറ്റി പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്ന പൊതുവെയുള്ള ഒരു ധാരണ. ആ ധാരണയാണല്ലോ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ അടിക്കടി അത്തരം ധാരണകളെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുറപ്പിക്കുന്ന സംഭവങ്ങൾ നിരവധി നാം കേൾക്കുന്നുണ്ട്. ഈ അടുത്ത കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ 2 പെൺകുട്ടികൾ, അവര് വിദേശത്ത് ഷാർജയിലും മറ്റുമായിട്ട് ജോലിയിലായിരുന്നു, ഭർത്താക്കന്മാരോടൊപ്പമായിരുന്നു. അവിടെ വെച്ച് അവർ പീഡിപ്പിക്കപ്പെടുന്നു, അങ്ങനെ കൊല്ലപ്പെടുന്നു. അവർ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത് ഇനിയാണ് കണ്ടെത്തേണ്ടി ഇരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? കാരണങ്ങൾ ഇവിടെ ഈ 2 പെൺകുട്ടികളുടെ കാര്യത്തിലും ഭർതൃപീഡനം, ഭർതൃ വീട്ടുകാരുടെ പീഡനം. എന്ത് പറഞ്ഞാണ് പീഡനം? കൂടുതൽ സ്ത്രീധനം ചോദിച്ച്, അങ്ങനെ മറ്റു പല കാരണങ്ങളും. വിഭഞ്ചിക, അതുല്യ, ഇതാണ് ഈ 2 കുട്ടികളുടെയും പേര്. അതിൽ അതുല്യയുടെ കാര്യം എടുക്കാൻ നമുക്ക്. അതുല്യയെ പറ്റി അതുല്യയുടെ സുഹൃത്ത് പറഞ്ഞ് മാധ്യമങ്ങളിൽ വന്ന ചില കാര്യങ്ങൾ കേട്ടാല് നമുക്ക് വല്ലാത്ത അറപ്പ് തോന്നും. ആ ഭർത്താവ് എന്ന പുരുഷനെ പറ്റി, പുരുഷനോട് തന്നെ നമുക്ക് ഒരു അവമതി തോന്നുന്ന തരത്തിലുള്ളതാണ്. അതായത് അടിവസ്ത്രം ഊരി ആ പെൺകുട്ടിയുടെ മുഖത്തെറിയുന്ന അവസരങ്ങൾ, ആ മൂത്രം അവളെ കൊണ്ട് കുടിപ്പിക്കുന്ന അവസരങ്ങൾ, ഇതുപോലെ ഇത്ര മ്ലേച്ഛമായിട്ട് സ്വന്തം ഭാര്യയോട് പെരുമാറാൻ ഒരു പുരുഷന്, ഒരു സഹജീവിയോട്, ഭാര്യ എന്ന് വേണ്ട ഒരു സഹജീവിയോട്, ഇവിടെയാണെങ്കിൽ ഭാര്യ എന്ന് മാത്രമല്ല തന്റെ സ്വന്തം കുഞ്ഞിന്റെ അമ്മയാണ്, താൻ വളരെ പ്രണയത്തോടെ കല്യാണം കഴിച്ചതാണ്. കാണാനൊക്കെ മിടുക്കികളായിരുന്നു ഈ 2 പെൺകുട്ടികളും, വിഭഞ്ചികയും അതെ, അതുല്യയും അതെ. അങ്ങനെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി കല്യാണം കഴിച്ചതാണ് അതുല്യ. ആ അതുല്യയെ കൊണ്ടാണ് ഈ പറയപ്പെട്ട ഹീന കൃത്യങ്ങളൊക്കെ ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഭർത്താവ് ഇങ്ങനെ പെരുമാറുന്നു. അപ്പൊ ഭർത്താവിന്റെ അമ്മ എങ്ങനെ, ഭർത്താവിന്റെ അച്ഛൻ എങ്ങനെ? ആരും മോശക്കാരല്ല. പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ അമ്മയും പീഡിപ്പിക്കുമായിരുന്നു അത്രേ. അപ്പോ ഒന്ന് ഓർക്കണം നമ്മള്. എഞ്ചിനീയർ ആണ് എന്ന് പറയുന്നു ഈ സതീഷ്, അതായത് അതുല്യയുടെ ഭർത്താവ്. ഷാർജയിൽ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇയാൾ എന്ത് എഞ്ചിനീയറിംഗ് ആ പഠിച്ചത്? ഇയാൾക്ക് അറിഞ്ഞുകൂടെ ഒരു കുട്ടിയാണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് സ്ത്രീയുടെ ഹോർമോൺ അല്ല, പുരുഷന്റെ ഹോർമോൺ ആണ് എന്ന് തിരിച്ചറിയാൻ പോലും വയ്യാത്തവൻ എങ്ങനെ എഞ്ചിനീയറായി? കാണാപ്പാഠം പഠിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി പോയി എഞ്ചിനീയർ എന്ന് പറഞ്ഞ് ജോലി തേടി പോയതായിരിക്കാം. ഏതായാലും ഇങ്ങനെ ഇത് ഓർമ്മിക്കണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഇത് പങ്കിടണം. ഒരു കുട്ടി ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന്, ഞാൻ ഇങ്ങനെ പല സ്ഥലത്ത് കേട്ടിട്ടുണ്ട്, ഒരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നിട്ട് വേറെ 3 പെണ്ണുങ്ങളെ പ്രസവിച്ചു, അതായത് ഈ സ്ത്രീയുടെ കുറ്റം കൊണ്ടാണ് പെൺകുട്ടികളായി പോകുന്നത് എന്ന രീതിയിലാണ് പലപ്പോഴും ഭർത്താക്കന്മാരുടെ വീട്ടുകാരും മറ്റുള്ളവരും ഒക്കെ ബുദ്ധിമുട്ടിക്കാറുള്ളത്. അപ്പൊ സത്യത്തില് നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യം, എപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു പാഠമാണ്, ആണോ പെണ്ണോ കുഞ്ഞ് എന്ന് തീരുമാനിക്കുന്നത് പുരുഷ ഹോർമോണാണ്, പെണ്ണിന്റെ ഹോർമോൺ അല്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ആ കാര്യം പറഞ്ഞു പോലും പെണ്ണിനെ പീഡിപ്പിക്കുന്നവരെ തിരിച്ചടിക്കാൻ തന്റെ ഇടം കാണിക്കണം ഇന്നത്തെ പെൺകുട്ടികൾ എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ള. ആ തന്റെ ഇടത്തോടെ വേണം നിങ്ങളുടെ പെൺകുട്ടികളെ വളർത്താൻ. പക്ഷെ വളർത്തുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം. ഒരു കുടുംബമായിട്ട് ഒരു വ്യത്യസ്തമായ പശ്ചാത്തലത്തിലേക്ക് പോകുന്ന പെൺകുട്ടി ആ പശ്ചാത്തലവുമായി ഇഴുകിച്ചേരണമെങ്കിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് വേണ്ടി വരും. 2 സംസ്കാരം, 2 ജീവിത രീതി, അതൊക്കെ ആയിട്ടാണ് ഇഴുകിച്ചേരേണ്ടത്. അപ്പൊ അതിന് അവൾ ഏറെ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണം. അപ്പോൾ ചിലപ്പോൾ അലോസരങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ആ അലോസരങ്ങൾക്കൊക്കെ മാറി ഒക്കെ ഒന്നിച്ചു നിന്ന് അതേ സമയത്ത് താൻ ശക്തയായ ഒരു വ്യക്തിത്വമാണ് എന്നുള്ളത്
അവർക്കെല്ലാം മനസ്സിലാകത്തക്ക രീതിയിൽ വേണം അവളുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകാൻ. ശണ്ടയ്ക്കും വക്കാണത്തിനുമല്ല പോകേണ്ടത്, പക്ഷെ സൗമനസ്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി അവരെ കീഴ്പ്പെടുത്താൻ നോക്കുക. അങ്ങനെ കീഴ്പ്പെടുന്ന വർഗങ്ങളല്ല എന്ന് കണ്ടാൽ കളഞ്ഞിട്ട് പോവുക. അതായത് കുട്ടിയെയും കൊണ്ടുപോകാം, ഭർത്താവില്ലാതെ ഏത് സ്ത്രീക്കും ജീവിക്കാം. പക്ഷെ താൻ പ്രസവിച്ച കുഞ്ഞ്, ആ കുഞ്ഞിനെ അതിന്റെ എന്താ പറയുക വ്യക്തിത്വം ഓപ്റ്റിമമായിട്ട് വളരെ, ആ കുട്ടി ആണോ പെണ്ണോ ആകട്ടെ, അതിനെ വളർത്തി വലുതാക്കി വലിയ സ്ഥാനത്ത്, അതിനെത്താവുന്ന വലിയ സ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? അമ്മയുടെ പാലിനോടൊപ്പം, അതായത് പരിപാലനം, ആരോഗ്യമുണ്ടെങ്കിലല്ലേ ബുദ്ധിയുള്ള ശക്തിയുള്ള ഒരു ജീവിതം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് ഉത്തമ പൗരനാക്കി കുഞ്ഞിനെ പൗരിയാക്കി വളർത്തണമെങ്കിൽ അമ്മയുടെ സ്നേഹ പരിലാളനങ്ങൾ ആവശ്യമാണ്. അപ്പം അതുകൊണ്ടാണ് സാധാരണ സ്ത്രീകൾ ഈ ഭൂമിയോളം ക്ഷമിച്ചും ഭർത്താവിന്റെ പീഡനങ്ങള്, ഭർത്തൃ വീട്ടുകാരുടെ പീഡനങ്ങളൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിലകൊള്ളുന്നത്. പക്ഷേ അതിനൊരു പരിധി ഉണ്ട് എന്നുള്ളത് ഒരിക്കലും ഭർത്തൃ വീട്ടുകാരോ മറക്കാൻ പാടില്ല. അങ്ങനെ അവർ മറക്കുന്നുവെങ്കിൽ അപ്പോൾ സ്ത്രീയെ സ്വന്തം കാര്യം നോക്കണം. അതാണ് നാം എല്ലാവരും നമ്മുടെ മക്കളെ, അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ ഒക്കെ അവരെ പ്രാപ്തരാക്കണം. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന രീതിയിൽ ഞാങ്ങണ പോലെ വളയുന്ന സ്വഭാവമാകരുത്. പെൺകുട്ടികൾ വളരെ സ്ട്രോങ് ആയിട്ട് അഭിപ്രായങ്ങൾ ഉള്ളവരായിരിക്കണം. ഒരു നിവൃത്തിയുമില്ല, ഇവരെ നന്നാക്കിയെടുക്കാൻ പറ്റില്ല. ഇവരിൽ മനുഷ്യത്വത്തെക്കാൾ കൂടുതൽ മൃഗീയത്വമാണ് ഉള്ളത് എന്ന ഒരവസ്ഥ കണ്ടാല് അവരെ കളഞ്ഞിട്ട് പോകാൻ മടിക്കരുത്. അപ്പോൾ സ്വന്തം കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുക. ആ നെഞ്ചോട് ചേർക്കുന്ന കുഞ്ഞിനെ പരിരക്ഷിക്കാൻ വേണ്ടി രണ്ടാമതൊരു പുരുഷനെ തേടി പോകാതിരിക്കുന്നതും എപ്പോഴും നല്ലതായിരിക്കും. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് ഒരു ഐറിഷ് പഴഞ്ചൊല്ലുണ്ട്, എന്താണെന്നറിയാമോ? നോ മാൻ വാണ്ടഡ് ടു ഫാദർ സംബഡി എൽസസ് ചൈൽഡ്. മറ്റൊരുവിന്റെ കുഞ്ഞിനെ താലോലിക്കാൻ ഒരു പുരുഷനും ഇഷ്ടപ്പെടുന്നില്ലെന്ന്. ഇത് പുരുഷനെ പറ്റിയാണ് പറയുന്നത് എങ്കിലും അത് തന്നെ സ്ത്രീയെ സംബന്ധിച്ചും സത്യമാണ്. അതുകൊണ്ടാണല്ലോ രണ്ടാനമ്മ രണ്ടാനച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സ്വല്പം വീർപ്പുമുട്ടൽ തോന്നുക. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരമ്മ ഒരിക്കൽ പ്രസവിച്ചു, ആ കല്യാണം മാറിപ്പോയി എങ്കില് ഇനി എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും, ചിലരൊക്കെ റീൽസിലൊക്കെ പറയുന്നതൊക്കെ, ഞാൻ വീണ്ടും കല്യാണം കഴിക്കും, ആർക്കെന്ത് എന്നൊക്കെ. പക്ഷേ പ്രിയപ്പെട്ട വനിതേ, അവിടെയാണ് നിങ്ങളുടെ മാതൃത്വം സടകുടഞ്ഞെഴുന്നേൽക്കേണ്ടത്. മാതാവാണോ നിങ്ങൾ? നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി നിങ്ങൾ ജീവിക്കണം. അവിടെ നിങ്ങളുടെ മറ്റെല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് മാറ്റിവെക്കണം. കാരണം നിങ്ങൾ പ്രസവിച്ച കുട്ടി വളർന്ന് ഉത്തമ പൗരയോ ആയി മാറിത്തീരുന്നത് വരെയും നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് പുരുഷനും ഉണ്ട്. പക്ഷെ പുരുഷൻ വിട്ടുകളഞ്ഞാൽ പോലും 10 മാസം തന്റെ ഗർഭത്തിൽ ചുമന്ന് പ്രസവിച്ച് 5 വയസ്സ് വരെ പൊന്നുപോലെ നോക്കിയ കുഞ്ഞാണ് ഒരു അമ്മയെ സംബന്ധിച്ച ആ അമ്മയുടെ കുഞ്ഞ്. അതുകൊണ്ട് അവൾക്കുള്ള ഉത്തരവാദിത്വം വേറെ ലോകത്ത് ആർക്കും കുഞ്ഞിനോടില്ല. അതുകൊണ്ടാണ് കുഞ്ഞിനെ കളഞ്ഞിട്ട് വേറെ ഒരുത്തിന്റെ കൂടെ പോവുക, അല്ലെങ്കിൽ വീണ്ടും കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ 2 വട്ടം ആലോചിക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത്, നോ മാൻ വാണ്ടഡ് ടു ഫാദർ സംബഡി എൽസസ് ചൈൽഡ് എന്ന ഐറിഷ് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നതുകൂടി നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് അതായത് ഇപ്പൊ ഈ അതുല്യയുടെ കാര്യത്തിൽ 43 പവൻ കൊടുത്തു, എത്ര പവൻ കൊടുത്തു എന്ന് പറഞ്ഞാലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം, പുരുഷന്മാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും സ്ത്രീയുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ഉണ്ടായിരിക്കാം. ഒരുപാട് സ്ത്രീകൾ അങ്ങനെ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ്. വ്യത്യസ്തതയാണ് ജീവിതത്തിന്റെ സ്പൈസസ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യയാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേനും മടുക്കും, ഒന്ന് മാറി കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നും. എന്ന് വെച്ചാല് പുതുമോടിയൊക്കെ കഴിയുമ്പോഴത്തേനും ഭാര്യ എത്ര സുന്ദരിയാണെങ്കിലും എത്ര സുശീലയാണെങ്കിലും ഇവളെ മടുത്തു എന്നുള്ളൊരു ഫീലിംഗ് പല വൃത്തികെട്ട പുരുഷന്മാരിലും ഉണ്ടാകാം. പക്ഷെ എല്ലാവരിലും അങ്ങനെ ഉണ്ടാവില്ല. ഒരുപാട് പേരും സ്വന്തം ഭാര്യയെ സുന്ദരി അല്ലെങ്കിൽ പോലും അവൾ നല്ല സൗശീല്യമുള്ളവളാണെങ്കിൽ, നല്ല സ്വഭാവ ഗുണമുള്ളവളാണെങ്കിൽ എന്നും അവളെ ചേർത്ത് പിടിക്കും. അപ്പൊ അങ്ങനെ അല്ലാത്തവരുണ്ട്. അങ്ങനെ അല്ലാത്തവരുടെ കൈകളിലാണ് എത്തിപ്പെട്ടു പോകുന്നത് എങ്കില്, അതായത് അവരുടെ പൂർവ്വകാല ജീവിതം, ഈ വിദേശത്തൊക്കെ ജോലി എന്നൊക്കെ പറഞ്ഞു പോയിരിക്കുന്നവരുടെ പൂർവ്വകാല ജീവിതമൊന്നും അറിയാതെയാണ് അവര് ആരുടെയൊക്കെ കെണിയിൽ പെട്ട് കിടക്കുന്നു എന്നൊന്നും അറിയാതെയാണ് മാതാപിതാക്കൾ ഗൾഫിലാണല്ലോ അല്ലെങ്കിൽ വിദേശത്താണല്ലോ എന്ന് പറഞ്ഞ് മക്കളെ കെട്ടിച്ചു കൊടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അപകടം.
ആ അപകടത്തിലേക്ക് ചില സൂചികകൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിൽ വെക്കും. അതിലേക്ക് തീർച്ചയായിട്ടും ഞാൻ വരാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ വേറെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ, ആ എക്സാമ്പിളിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ സംഭവിച്ച ഒരു കാര്യമുണ്ടല്ലോ. തിരുവനന്തപുരം, കൊല്ലം ജില്ല, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണെന്ന്. മൂർഖൻ പാമ്പിനെ വളർത്തുകയും ഒക്കെ ചെയ്യുന്ന, പാമ്പിനെ കൊണ്ട് ആൾക്കാരെ കടുപ്പിച്ചു കൊല്ലിക്കാനൊക്കെ പ്രാപ്തിയുള്ളവരുമായിട്ട് ചങ്ങാത്തം കൂടി, അതുമൊക്കെ നെറ്റ് വഴിയായിരിക്കും, ഇന്റർനെറ്റ് വഴിയായിരിക്കാം. അങ്ങനെ ഉള്ള ആളെ കണ്ടുപിടിച്ച് അയാളുടെ അടുത്ത് നിന്ന് പാമ്പിനെ കൊണ്ടുവന്ന് സ്വന്തം ഭാര്യയെ കിടപ്പുമുറിയിലേക്ക് പാമ്പിനെ കയറ്റിവിട്ട് കടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ച ആദ്യ ശ്രമം പരാജയപ്പെട്ടു. വീണ്ടും ശ്രമം നടത്തി അവളെ കൊന്ന ഒരു ഭർത്താവിനെ നമുക്കറിയാം. അവനിതാ പരോളിന് വേണ്ടി നടന്ന് അവന് കൊലക്കയർ കൊടുക്കുന്നതിന് പകരം അവന് പരോള് കൊടുത്തിരിക്കുകയാണ് കോടതി. കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കോടതിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കോടതിയുടെ മുൻപിൽ എന്താ വേണ്ടത്? കോടതിയുടെ മുൻപിൽ തെളിവുകളാ വേണ്ടത്. അപ്പൊ മിക്കവാറും ഈ സ്ത്രീയുടെ സ്ത്രീധനം കിട്ടിയവരും അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ച് സ്വന്തം മകനെ അല്ലെങ്കിൽ തനിക്ക് രക്ഷപ്പെടണം എന്ന് വിചാരിച്ച് പുരുഷൻ എല്ലാ തരത്തിലുള്ള തെളിവുകളും അവൾക്കെതിരായി, ഭാര്യയ്ക്കെതിരെ അല്ലെങ്കിൽ തന്നെ രക്ഷിക്കുന്നതിന് സഹായകമായ തരത്തിൽ തെളിവുകൾ വളച്ചൊടിക്കും. ഉദാഹരണത്തിന്, ഒരു പെൺകുട്ടി ഇപ്പൊ ഡൈവോഴ്സ് വേണം എന്ന് പറഞ്ഞ് കോടതി പോയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു പോയിരിക്കുന്നു എന്നിരിക്കട്ടെ. ആ ഡൈവോഴ്സിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അവൾക്കാണ്, എനിക്ക് അതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് വരുത്തി തീർക്കാൻ എന്ത് ചെയ്യും ഭർത്താവ് ഭാര്യയുടെ അഡ്വക്കേറ്റിനെ പോലും പണം കൊടുത്ത് സ്വന്തമാക്കും. സ്വന്തം അഡ്വക്കേറ്റിന്റെ ഭാഗം ചേർന്ന് കാര്യങ്ങളൊക്കെ ഭർത്താവിന് അനുകൂലമാക്കത്തക്ക രീതിയിൽ അവൾ നിയോഗിക്കുന്ന അഡ്വക്കേറ്റ്സിനെ വരെ. കാരണം കൂടുതൽ പണം ചെലവഴിച്ചാലോ മിക്കവാറും അഡ്വക്കേറ്റ്സ് സത്യസന്ധരോ പലപ്പോഴും കള്ളമാണല്ലോ പറഞ്ഞ് അവര് ജയിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് പണം കൊടുത്താല് അവരേത് ഭാഗവും ചേരും. അപ്പൊ ഭാര്യയുടെ ഭാഗത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്ന വക്കീല് തന്നെ ഭർത്താവിന്റെ ഭാഗം ചേർന്ന് ജയിപ്പിക്കുന്ന എത്ര കഥകൾ എനിക്കറിയാമെന്നോ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ വേണ്ടി ഒരു വധുവിനെ അല്ലെങ്കിൽ വരനെ അന്വേഷിക്കുന്നുവെങ്കിൽ വിദേശത്തു നിന്നുള്ള ആലോചന ആര് കൊണ്ടുവന്നല്ലോ, ഹായ് സന്തോഷം. കാരണം വലിയ പണം വരവാണ് വിദേശത്തു നിന്ന് ഇങ്ങോട്ട് എന്നാണ് എല്ലാവരുടെയും ധാരണ. ഈ ധാരണ കൊണ്ട് തന്നെ ഞാൻ പല പ്രാവശ്യം യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപികയായിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പഠിച്ച് ഇറങ്ങി, അതായത് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനോ ഗ്രാജുവേഷനോ കഴിഞ്ഞിറങ്ങി ഗൾഫിലൊക്കെ ജോലിക്ക് പോയിരിക്കുന്ന പല ആൺകുട്ടികളും അവർ പിന്നെ തിരിച്ച് അവധിക്കാലത്ത് വീട്ടിൽ വരുമ്പോൾ കോളേജിൽ വരും. അങ്ങനെ കാണാൻ വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ത് ജോലിയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുമ്പോൾ ശമ്പളം എത്ര എന്ന് ചോദിക്കുമ്പോൾ 20,000 രൂപ 25,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കും, എന്റെ കുട്ടി താൻ എന്തിനാണ് അവിടെ പോയത്? ഇവിടെ 1,250 രൂപ മിനിമം കൂലി ഒരു ദിവസത്തെ, 37,500 രൂപ 40,000 രൂപ ഇവിടെ കിട്ടും താൻ ഇവിടുത്തെ ജോലിക്ക് പോയാല്. പിന്നെ എന്തിനാണ് ഗൾഫിൽ പോയത്? തന്റെ സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെ എല്ലാം കളഞ്ഞ് എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്? ടീച്ചറെ, ഇവിടെ കൂലിപ്പണിക്ക് പോയി 40,000 രൂപ ഉണ്ടാക്കാന്നുള്ളത് ശരിയാ, പക്ഷെ ആരെങ്കിലും പെണ്ണ് തരുവോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് എന്റെ ശിഷ്യന്മാർ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ എന്തിനാണ് അവർ ഇവിടെ ചെയ്യുന്ന ജോലി, ഇവിടെ ചെയ്യുന്നതിനേക്കാൾ മോശപ്പെട്ട ഇവിടെ കിളയ്ക്കാൻ ഇറങ്ങുന്നത് പോലെയല്ല, അവിടെ ചിലപ്പോൾ അറബിയുടെ കിടക്ക വിരിച്ചു കൊടുക്കലായിരിക്കും ഇദ്ദേഹം ചെയ്യുന്ന ജോലി. അത് എന്ന് വെച്ചാല് ആ തരത്തിലുള്ള മീനിയൽ ആയിട്ടുള്ള സർവീസസ് ആയിരിക്കും ഗൾഫിൽ ചെന്ന് ചെയ്യുന്നത്. MSc കഴിഞ്ഞവരും MA കഴിഞ്ഞവരും ഒക്കെ അവിടെ ചെന്ന് വളരെ മീനിയൽ ആയിട്ടുള്ള ജോലി, ഏതും മാനമുള്ള ജോലി തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. ശരീരം വിൽക്കുന്നതൊഴിച്ച് മറ്റേത് ജോലിയും മാനമുള്ള ജോലി തന്നെയാണ്. പക്ഷേ ഇവിടെ തൂമ്പ പിടിച്ച് കളിക്കുന്നതിനേക്കാൾ മെച്ചമാണോ ഗൾഫിൽ പോയി എന്താ പറയുക MSc കഴിഞ്ഞവൻ അല്ലെങ്കിൽ MA കഴിഞ്ഞവൻ അറബിയുടെ കിടക്ക വിരിച്ചു കൊടുക്കാൻ, എന്ന് വെച്ചാൽ അയാളുടെ വീട്ടിലെ കാര്യങ്ങള് പ്രൈവറ്റ് സെക്രട്ടറി ജോലികൾ ആദ്യം ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? ഒരിക്കലും അല്ലല്ലോ. ഇവിടെയാണെങ്കിൽ സ്വന്തം നാടാണ്. അപ്പൊ ആ ചിന്തയില്ലേ എന്ന് ചോദിച്ച് ഞാൻ വഴക്ക് പറഞ്ഞ് എത്ര കുട്ടികൾ ഉണ്ടെന്നറിയാമോ? അതായത് കുട്ടികളല്ല, അവരൊക്കെ ഗ്രോണപ്പായി ജോലി തേടി പോയതിനു ശേഷം ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവര് പറഞ്ഞ ഒരു ഉത്തരം ഓർത്തോളൂ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കിടക്കട്ടെ, ആര് പെണ്ണ് തരും, ആര് ചെറുക്കൻ തരും? ജോലിയില്ലാതെ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പെണ്ണിന് നല്ലൊരു വരനെ കിട്ടില്ല. ജോലിയില്ലാതെ കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പുരുഷന് നല്ലൊരു വൈഫിനെ കിട്ടില്ല. അത് നമ്മുടെ എല്ലാവരുടെയും ആ സ്നോബിഷ് ക്യാരക്ടർ, അതായത് പുരപ്പുറത്ത് കയറി ഇരുന്ന് പ്രസംഗിക്കുന്ന തരത്തില്
വെറുതെ ദുരഭിമാനം കൊണ്ട് കളിക്കുന്ന ഇതാണ്. നമ്മളെല്ലാം നോക്കുന്നത് അങ്ങനെയുള്ളൊരു പോഷ് ലൈഫാണ്. അയൽവാസി പോഷാണോ, അവരെങ്ങനെ ജീവിക്കുന്നു, അതുപോലെ എനിക്കും ജീവിക്കണം, അല്ലാതെ എൻ്റെ കഴിവിനനുസരിച്ച് ജീവിക്കണം, എൻ്റെ കഴിവിനനുസരിച്ചുള്ള മകൾക്ക് ഭർത്താവിനെ കിട്ടണം, അല്ലെങ്കിൽ മകന് ഭാര്യയെ കിട്ടണം എന്നല്ല, അങ്ങേയറ്റത്തുനിന്ന് കിട്ടണം, കല്യാണം കഴിച്ച് പണക്കാരാകണം എന്നൊക്കെയാണ് ഒരുപാട് പേരുടെ ഈ വിചാരം. അങ്ങനെയാണ് ഇതുപോലെയുള്ള കുരുക്കുകളില്. കാരണം ഈ ഗൾഫിലൊക്കെ പോയി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുടെ കാര്യം നമുക്കറിയാമല്ലോ. അതാ മുകളിലേക്ക് തട്ടായിട്ടുള്ള കട്ടില് ആയിരിക്കും കിടക്കാൻ കിട്ടുന്നത്. കഷ്ടിച്ച് കിട്ടുന്ന കൂലി കൊണ്ട് നന്നായിട്ട് ആഹാരം കഴിച്ച ഒരു പൈസ വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ല. അത്തരം സാഹചര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് വിദേശ രാജ്യങ്ങളിൽ, ഇന്ത്യയിൽ നിന്ന് പോയിട്ട്. പക്ഷെ അവർ ഈ പറയപ്പെട്ടതുപോലെ വിപണി, കല്യാണ മാർക്കറ്റ് ഇതൊക്കെ നോക്കിയാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടേ നമ്മുടെ പെൺകുട്ടിയെ വിദേശിയാണ് എന്ന് പറഞ്ഞ് അല്ലെ വിദേശത്താണ് ജോലി എന്ന് പറഞ്ഞ് കെട്ടിച്ചയക്കാവൂ. അല്ലെങ്കിൽ നാം ഇതുപോലെയുള്ള അപകടങ്ങളിലേക്കായിരിക്കും കുട്ടികളെ പറഞ്ഞയക്കുന്നത്. ഇതുപോലെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാമെന്ന് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. തീർച്ചയായിട്ടും ആ എക്സാമ്പിൾ നിങ്ങൾ കേൾക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര വലിയ ക്രൂര പീഡനങ്ങൾക്ക് ഇങ്ങനെ കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികൾ വിധേയരാകേണ്ടി വരുന്നു, മാനസിക സമ്മർദ്ദങ്ങൾക്കൊക്കെ വിധേയരാകേണ്ടി വരുന്നു എന്ന്. ഞാൻ പറയാൻ പോകുന്ന കേസ് വയനാട് ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്ത് ഒരു പ്രശസ്തമായ കോളേജിൽ പഠിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഒക്കെ എടുത്ത് അതിനുശേഷം ജോലിക്ക് സഹായകമായ രീതിയിൽ കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിച്ച അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളെ സിനിമയിൽ എടുക്കാനൊക്കെ ആൾക്കാർ വന്ന് ചോദിച്ചതാ. പക്ഷെ അവളുടെ പേരൻസ് അവർക്ക് കൂടെ നടക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് സിനിമയിൽ വിടുന്നില്ല എന്നും പറഞ്ഞ് വിട്ടില്ല. ഒരുപാട് പേര് കല്യാണ അഭ്യർത്ഥനയുമായിട്ടൊക്കെ അവളെ അപ്രോച്ച് ചെയ്തെന്ന് വെച്ചാൽ അവളുടെ ബന്ധുക്കളെ. ആ ബന്ധുക്കളും പറഞ്ഞു ഇല്ല, പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൂന്ന്. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അഡ്വർടൈസ് ചെയ്ത് ഒരു ആലോചന, ഒരുപാട് ആലോചനകൾ വന്നു. ഈ കുട്ടിയെ കണ്ട എല്ലാവർക്കും വലിയ താല്പര്യമായിരുന്നു. ആദ്യം വന്ന് കണ്ട ആള് തന്നെ വിടാതെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ അയാളുടെ സഹോദരിമാര്, അമ്മ, മറ്റു ബന്ധുക്കള് എല്ലാവരും വന്ന് നിർബന്ധപൂർവ്വം. അപ്പൊ ഈ കുട്ടിയുടെ വീട്ടുകാർ അന്വേഷിച്ചപ്പോൾ ഈ ചെറുക്കന്റെ ഫാദർ തന്നെ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അവിടെ എത്തിസലാത്തില്, അതായത് ദുബായിലെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റില് ദീർഘകാലമായിട്ട് ജോലി ചെയ്യുന്നയാളാണ്. വളരെ നല്ല സ്വഭാവമുള്ള ആളാണ്. അങ്ങനെയെല്ലാം കുറെ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് കണ്ടു. അങ്ങനെയാണ് ആ കുട്ടിയെ അവിടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അവന്. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്ത് അടുത്ത ദിവസം തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് 6ാമത്തെ മാസത്തിലാണ് കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കുട്ടി അങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അവന്റെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞറിയുന്നത് അവന് 10-12 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി വേറൊരു അവിഹിത ബന്ധത്തിലുണ്ട്, അവളുമായിട്ട് ഇപ്പോഴും റിലേഷനും ഉണ്ടെന്ന്. അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ അങ്ങ് കൊണ്ടുപോകാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന്. അങ്ങനെയുള്ള ഇങ്ങനെ പേ പിടിച്ച് നടക്കുന്ന പുരുഷന്മാർക്ക് പ്രത്യേകമായിട്ടും അത്തരം സ്വഭാവങ്ങളൊക്കെ കാണും. അപ്പം വീട്ടിൽ നിന്ന് മാറി എവിടെയെങ്കിലും ഒക്കെ ജോലിയും തേടി പോയി ജീവിക്കുന്നവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവന്റെ അച്ഛൻ നല്ലതായതുകൊണ്ട് അവൻ നല്ലതാകണമെന്നില്ല, അമ്മ നല്ലതായതുകൊണ്ട് മകൾ നല്ലതാകണമെന്നില്ല. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. എന്നിട്ട് ഈ കുട്ടി അത് അറിഞ്ഞെങ്കിലും വന്ന് പെട്ടുപോയി. അതിനിടെ കൊണ്ട് ആ കുട്ടി പ്രഗ്നന്റ് ആയി. അങ്ങനെ അവിടെ 6 മാസം ഒന്നിച്ച് അയാളുടെ അടുത്ത് ജീവിച്ചു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങോട്ട് പോന്നു. ഡെലിവറി കഴിഞ്ഞ് അപ്പൊ അവനുമായിട്ട് പിണങ്ങി ഇനി അങ്ങോട്ട് പോകുന്നില്ലെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോന്നു. പക്ഷെ ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ വീട്ടുകാരെല്ലാരും കൂടെ വന്ന് സമരസപ്പെട്ട്, അപ്പൊ ഈ കുട്ടി ഒരു കത്തോലിക്ക പെൺകുട്ടിയാണ്. കത്തോലിക്ക സഭയിൽ ഒരു ദുസ്വഭാവമുണ്ട്. കല്യാണം കഴിഞ്ഞാൽ ഡൈവോഴ്സ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. മരണം വരെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് വിവാഹം. അപ്പൊ അങ്ങനെ എന്നിട്ട് ആ കോൺട്രാക്റ്റിനെ ഭേദിച്ച് പിന്നെന്താണ് പറയുക, വിവാഹമോചനം നേടാനൊക്കെ പോയ പള്ളി വിലക്കും അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ടാകും, നാണക്കേടുമാണ്. അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ട് അവര് പിന്നെയും സമരസപ്പെട്ട് ആ കുട്ടി അവന്റെ കൂടെ അവധിക്ക് വന്നപ്പോൾ അവന്റെ കൂടെ വീട്ടിലേക്ക് പോയിട്ട് എന്താ, അവരൊരു യാത്രയ്ക്ക് കൊച്ചും അമ്മയും കുഞ്ഞും ഇവനും ഭർത്താവും കൂടെ ഒരു യാത്രയ്ക്ക് പോകുന്നു. അവര് ഒരു നഗരത്തില് ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു. അപ്പൊ അവന്റെ ഒരു സുഹൃത്തും ഭാര്യയും വന്നിട്ടുണ്ടായിരുന്നു അവിടെ. രാത്രിയായി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുപോലത്തെ ഒരു കഥ നിങ്ങൾ ചങ്ങനാശ്ശേരി കേട്ടിട്ടുണ്ട് ഏതാനും വർഷം മുൻപ്. രാത്രിയായി കഴിഞ്ഞപ്പോൾ ഇവന്റെ സുഹൃത്ത് ഇവരുടെ മുറിയിലേക്കും ഇവൻ അവരുടെ മുറിയിലേക്കും പോകുന്നു.
ഇവള് കിടന്ന് അലറി വിളിച്ച് ബഹളം വെച്ച് കുഞ്ഞിനെയും കൊണ്ട് ഓടി മുറിയിൽ നിന്നിറങ്ങി ഓടി റിസപ്ഷനിൽ പോയിരുന്ന ആ രാത്രി മുഴുവൻ അവിടെ കഴിച്ചു കൂട്ടി. അങ്ങനെ അപ്പോൾ പറഞ്ഞു. അപ്പം എന്നിട്ട് പിറ്റേ ദിവസം അവനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണേ, തൻ്റെ ഇടമുള്ള പെണ്ണാണെങ്കിൽ ചെകിട്ടത്ത് അടിക്കും, എക്സ്ചേഞ്ച് ചെയ്യണത് ഇങ്ങനെയാണിടാന്ന് പറഞ്ഞു. പക്ഷെ അവള് അതിനൊന്നും നിന്നില്ല. അത് അവളുടെ ലാസ്റ്റ് അവനുമായിട്ടുള്ള യാത്രയും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവര് അവിടെ നിന്ന് എന്നേക്കുമായിട്ട് അവനെ വേണ്ട എന്ന് തീരുമാനിച്ച് പിരിഞ്ഞതിന് ശേഷം അപ്പോൾ അവളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്, നല്ല വിവരവും അറിവുള്ളവർ. അവരെയോട് അന്നും പറയാതെ, അവരോടൊക്കെ പറഞ്ഞാൽ അവർ ഡൈവോഴ്സ് കേസിന് പോകാൻ നേരത്തെ പറഞ്ഞതാ. അങ്ങനെ പറയാതെ തന്നെ അവര് ഡൈവോഴ്സ് കേസിന് പോയി. പിന്നെ അവൻ എന്ത് ചെയ്തു, ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ അവളുടെ വക്കീലിനെയും കൂടി അവന് പിടിച്ചെടുത്ത് ഈ കേസ് നീട്ടിക്കൊണ്ടുപോയി അവസാനം ഡൈവോഴ്സ് ആയെങ്കിലും അവളുടെ വീട്ടുകാർ എഴുതി കൊടുത്തിരുന്ന ഏതാനും ഏക്കർ ഭൂമി, വലിയ വിലയുള്ള ഭൂമി, ആ ഭൂമി അവൻ വിട്ടുകൊടുക്കില്ല. ഇതിപ്പോ ഞാനല്ലേ നികുതി അടച്ചുകൊണ്ടിരിക്കുന്നത്, അവളുടെ അപ്പനാണ് നികുതി അടയ്ക്കുന്ന വയനാട്ടില്, പക്ഷെ ഇവന്റെ പേരിലാണല്ലോ, അപ്പൊ ഞാൻ നികുതി അടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പിന്നെ കൊച്ചിന് യാതൊരു സഹായവും വേണ്ട, ഇനി കൊച്ചിന്റെ പേരിൽ കേസിന് വരില്ല എന്നുണ്ടെങ്കിൽ ഭൂമി വിട്ടുകൊടുക്കാം എന്നും പറഞ്ഞ് കൊച്ചിന്റെ പേരിൽ ആ ഭൂമി വിട്ടുകൊടുത്തു. അവളുടെ അപ്പൻ സമ്പാദിച്ച സ്വത്താണ് ഏതാനും ഏക്കർ ഭൂമി, 6 ഏക്കറോ മറ്റോ. അത് മുഴുവനും പിന്നെ കൊച്ചിന് വേണ്ടി എന്നും പറഞ്ഞ് അവൻ തിരിച്ചു കൊടുത്തു. കേസ് വാദിച്ച് ലക്ഷങ്ങളാണ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നഷ്ടമായത്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാമെന്ന് ഓർക്കുക. ആ പെൺകുട്ടി പക്ഷെ വേറൊരു ഭർത്താവിനെ തേടി പോയില്ല. ഇഷ്ടംപോലെ ആലോചനകൾ വന്നു. കാണാനൊക്കെ നല്ല കുട്ടിയായത് കാരണം കൊണ്ട് സുശീലയുമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞല്ലോ ഇപ്പൊ. പക്ഷെ അവളുടെ മകൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതിലാണ് അതുല്യയുടെയും വിപഞ്ചികയുടെയും കഥയുടെ കൂടെ ഞാൻ ഈ വയനാടൻ പെൺകുട്ടിയുടെ കഥ പറഞ്ഞത്. വയനാടൻ പെൺകുട്ടി അങ്ങേയറ്റം വിദ്യാഭ്യാസം ഉള്ളവളാണ്, അവൾ ഒരുപാട് ഗുണങ്ങളുള്ള കുട്ടിയാണ്. എന്നിട്ട് പോലും അവളുടെ ജീവിതം ഇങ്ങനെ ഇട്ട് പന്താടി നശിപ്പിച്ചു എങ്കില് അത്തരം എല്ലാ പുരുഷന്മാരും അങ്ങനെയല്ല, ഞാൻ പുരുഷന്മാരുടെ മുഖത്ത് ആകെ കരിവാരിത്തേക്കല്ല, അങ്ങനെയുള്ള പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത്, അതായത് എനിക്ക് തോന്നുന്നു LDF ഗവൺമെന്റ് ആണോ കോവിഡ് ആണോ ഇതിന് കാരണമായതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. LDF ഗവൺമെന്റ് മദ്യത്തിന്റെ ഒക്കെ വില വളരെയധികം വർദ്ധിപ്പിച്ച് വാനോളം വർദ്ധിപ്പിച്ചപ്പോഴാണ് മയക്കുമരുന്നിലേക്കും അതുപോലെ കുറച്ചും കൂടി വില കുറഞ്ഞ വസ്തുക്കളിലേക്ക് മാരകമായ ഇതിലേക്കൊക്കെ നമ്മുടെ യുവജനതയും എല്ലാവരും മാറിയത്. അപ്പൊ അതിന്റെ ഒരു കെടുതി നമുക്കറിയാം. കേരളം ഒരു കൊലക്കളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് അതിനേക്കാൾ കൂടുതൽ പ്രഹരം നൽകുന്നത്. ഒരു പെൺകുട്ടിക്ക് രാത്രിയായാൽ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത രീതിയിൽ നാം കണ്ടതല്ലേ. കഴിഞ്ഞ ഒരു മാസം മുൻപ് കോഴിക്കോട് ട്യൂഷൻ കഴിഞ്ഞു പോയ ഒരു പെൺകുട്ടിയെ രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ ചേർന്ന് പിടിക്കാൻ ശ്രമിച്ചതും അവള് വലിയ വായിൽ ഒച്ച വെച്ചതും അങ്ങനെ അവർ വിട്ടോടിപ്പോയതും. അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ക്രമസമാധാനമില്ല. ഇവിടെ സ്ത്രീക്ക് ഒരു കാരണവശാലും പുറത്തിറങ്ങി സഞ്ചരിക്കാൻ വയ്യ. രാത്രിയിലും സ്ത്രീകൾ പുറത്തിറങ്ങി സഞ്ചരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒക്കെ ഓരോ സംരംഭങ്ങളൊക്കെ ഇവിടെ തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാരണവശാലും മക്കളെ അന്വേഷിക്കാതെ വിദേശിയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും പെണ്ണിനെയോ ആണിനെയോ വിദേശത്ത് നിന്ന് കണ്ടെത്തി നിങ്ങളുടെ മക്കളെ വഴിയാധാരമാക്കരുത്. നിങ്ങൾക്ക് അവരെ കണ്ടെത്താം, അവരെ A to Z പഠിച്ചതിന് ശേഷം മാത്രം. അതല്ലെങ്കിൽ അവരുടെ വഴിക്ക് പെണ്ണ് തേടട്ടെ. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ സംരക്ഷിക്കുക. കാരണം നമ്മൾ ഇത് വലിയ തീക്കുണ്ടത്തിലേക്ക് നമ്മുടെ കുഞ്ഞിനെ എടുത്തെറിയുന്നതിന് തുല്യമാണ് ഇതുപോലെയുള്ള ദരിദ്രവാസികൾക്ക്, പീഡകർക്ക് നമ്മുടെ മക്കളെ കൊടുത്ത് കൈമാറുന്നത്. അത് വളരെ ശ്രദ്ധയോടെ ഓർത്തിരിക്കുക. നാം പൊന്നുപോലെ ഓമനിച്ചു വളർത്തിയ നമ്മുടെ മക്കൾ നമ്മളാൽ തന്നെ എറിഞ്ഞു കൊടുക്കുന്നത് ഒരു കാപാലികന്റെ കയ്യിലേക്കാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ സമാധാനം കിട്ടുക? അതോടെ ആ കുടുംബം തകർന്നു. അതുപോലെ എനിക്കറിയാം ഈ പറയപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനുണ്ടായ തകർച്ച എന്തു വലിയ തകർച്ചയാണെന്ന് എനിക്ക് അവരെ വളരെ അടുത്തറിയാവുന്നവരാണ്. ഞാനും ആ പെൺകുട്ടിയുടെ കൂടെ ഇവിടുത്തെ ഒരു വനിതാ പോലീസ് IG അടുത്ത് ഞാനും ആ പെൺകുട്ടിയും ഒക്കെ കൂടി ചേർന്നൊരിക്കൽ പോയതാണ്. അപ്പൊ ഈ കഥകളൊക്കെ കേട്ടപ്പോൾ
IG തന്നെ, ഞാൻ അവരുടെ പേര് ഇവിടെ പറയുന്നില്ല, IG തന്നെ പറഞ്ഞു ഉടനെ അവനെ വേണ്ടെന്ന് വെച്ച് ഡൈവോഴ്സ് കേസ് ഇത് ചെയ്യുക, ഒരു കാരണവശാലും ഇനി അവനുമായിട്ട് ഒത്തുപോകരുത് എന്ന് പറഞ്ഞ് അവരും കൂടി പറഞ്ഞതാണ്. അതിനുശേഷവും അവരുടെ വീട്ടുകാരെ ശ്രമിച്ചു പാച്ചപ്പ് ചെയ്യാനൊക്കെ. പിന്നെയാണ് അവസാനം ഈ സംഭവത്തോടു കൂടി, ഞാൻ സൂചിപ്പിച്ച സംഭവത്തോടു കൂടി ആ ബന്ധത്തിന് വിരാമമാകുന്നത്. അപ്പം ഇത് മനസ്സിൽ സൂക്ഷിക്കുക, സ്വന്തം മക്കളുടെ താല്പര്യത്തിന് വേണ്ടി, സ്വന്തം കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി.